ഒരു സർക്കാർ സ്കൂളിന്റെ അവസ്ഥ എന്താണെന്നറിയാൻ ഒരാൾ അവിടേക്ക് പോയി. കുട്ടികൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളുണ്ടോ, പഠിക്കാൻ വേണ്ട സാഹചര്യമുണ്ടോ, സ്കൂളിന്റെ യഥാർത്ഥ അവസ്ഥ എന്താണ്, ഇതൊക്കെ പരിശോധിക്കാനായിരുന്നു പശ്ചിമ ബംഗാളിലെ ബാങ്കുറ സ്വദേശിയായ അബ്ദുൾ ഹഫീസ് തന്റെ പഴയ സ്കൂളിലേക്ക് പോയത്. പക്ഷേ ഒരു സ്കൂളിന്റെ ദുരവസ്ഥ ചോദ്യം ചെയ്തതിന്റെ പേരിൽ തനിക്ക് നേരിടേണ്ടി വന്നത് ആക്രമണമാണെന്നും ആ ആക്രമണത്തിൽ തന്റെ പിതാവിനെ നഷ്ടപ്പെട്ടുവെന്നുമാണ് അബ്ദുൾ ഹഫീസ് പറയുന്നത്. ഇതൊരു വ്യക്തിയുടെ കുടുംബത്തെ മാത്രം ബാധിച്ച സംഭവമല്ല. ഒരു സർക്കാർ സ്ഥാപനത്തിന്റെ പ്രവർത്തനം ചോദ്യം ചെയ്യാനുള്ള സാധാരണ പൗരന്റെ അവകാശത്തെക്കുറിച്ചും അതിനെ ചോദ്യം ചെയ്യുന്നവരെ നിശബ്ദരാക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ അന്തരീക്ഷത്തെക്കുറിച്ചും ഗുരുതരമായ ചോദ്യങ്ങളാണ് ഈ സംഭവം ഉയർത്തുന്നത്. സംഭവം നടക്കുന്നത് പശ്ചിമ ബംഗാളിലെ ബാങ്കുറ ജില്ലയിലെ ഇൻദാസ് മേഖലയിലാണ്. അബ്ദുൾ ഹാഫിസ് CJP അഥവാ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രവർത്തകനാണ്. CJP ആരംഭിച്ച സ്കൂൾ ടീക്കറോ എന്ന ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് തന്റെ ഗ്രാമത്തിലെ കരിസുണ്ട പശ്ചിംപര പ്രൈമറി സ്കൂൾ സന്ദർശിച്ചതെന്ന് റിപ്പോർട്ടുകൾ. സർക്കാർ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങളും കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങളും നേരിട്ട് മനസ്സിലാക്കുകയായിരുന്നു ക്യാമ്പയിന്റെ ലക്ഷ്യം. ഹാഫിസ് അവിടെ സ്കൂളിന്റെ അവസ്ഥ പരിശോധിക്കുകയും ചില കാര്യങ്ങൾ വീഡിയോയിൽ പകർത്തുകയും ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട്. അവിടുത്തെ മോശം സാഹചര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചതാണ് പിന്നീട് ആക്രമണത്തിന് കാരണമായെന്നാണ് ഹാഫീസും CJPയും ആരോപിക്കുന്നത്. ആരോപണമനുസരിച്ച് സ്കൂൾ സന്ദർശിച്ച വിവരം അറിഞ്ഞതിന് പിന്നാലെ ചിലർ ഹാഫീസിനെതിരെ രംഗത്തെത്തി. ഓഗസ്റ്റ് 13 രാത്രി ഹാഫീസിന്റെ വീട്ടിലേക്ക് ഒരു സംഘം ആളുകൾ എത്തിയെന്നാണ് പരാതി. അവർ ഹാഫീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ മകനെ രക്ഷിക്കാൻ പിതാവ് ഇടപെട്ടു. അതിനിടെയാണ് ഹാഫിസിന്റെ പിതാവായ ഷെയ്ഖ് മുഹമ്മദ് മാഫിക് ആക്രമിക്കപ്പെട്ടത്. ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പക്ഷേ ചികിത്സയ്ക്കിടെ അദ്ദേഹം മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ഇതോടെ ഒരു സ്കൂളിന്റെ അവസ്ഥ പരിശോധിച്ചെന്ന ആരോപണത്തിൽ തുടങ്ങിയ വിവാദം ഒരു കുടുംബത്തിന്റെ ദാരുണമായ നഷ്ടമായി മാറി. എന്നാൽ സംഭവത്തിൽ രാഷ്ട്രീയ ആരോപണങ്ങളും ഉയരുന്നുണ്ട്. CJP ആരോപിക്കുന്നത് ആക്രമണത്തിന് പിന്നിൽ BJPയുമായി ബന്ധമുള്ള ആളുകളെന്നാണ്. എന്നാൽ ഇത് രാഷ്ട്രീയമായി തള്ളിക്കളയുകയാണ് BJPയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ. സ്വാഭാവികമായും അങ്ങനെ തന്നെയായിരിക്കും അവരുടെ പ്രതികരണങ്ങൾ. BJP ഭരിക്കുന്ന സംസ്ഥാനത്ത്, BJP ഭരിക്കുന്ന ഒരു സ്ഥലത്ത് സ്കൂളുകളുടെ മോശം അവസ്ഥ ചൂണ്ടിക്കാണിക്കുമ്പോൾ മറ്റു പാർട്ടിക്കാർ ആക്രമിക്കും എന്ന് കരുതാൻ എന്തായാലും ബുദ്ധിമുട്ടുണ്ട്. പോലീസ് സംഭവത്തിൽ 8 പേരെ അറസ്റ്റ് ചെയ്ത റിപ്പോർട്ടുകളുമുണ്ട്. കൊലപാതകവുമായി ബന്ധപ്പെട്ട് അന്വേഷണം തുടരുകയാണ്. പക്ഷേ ഈ സംഭവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഒരു സർക്കാർ സ്കൂളിന്റെ അവസ്ഥ പരിശോധിക്കാൻ ഒരു പൗരന് അവകാശമുണ്ടോ? ഉത്തരം വളരെ ലളിതമാണ്: ഉണ്ട്. കാരണം സർക്കാർ സ്കൂളുകൾ പൊതുജനങ്ങളുടെ പണത്തിലാണ് പ്രവർത്തിക്കുന്നത്. അവിടെ പഠിക്കുന്നത് ഈ രാജ്യത്തെ സാധാരണ കുടുംബങ്ങളിലെ കുട്ടികളാണ്. സ്കൂളിൽ അധ്യാപകർ കൃത്യമായി എത്തുന്നുണ്ടോ? കുട്ടികൾക്ക് ആവശ്യമായ ക്ലാസ് മുറികളുണ്ടോ? ശൗചാലയമുണ്ടോ? വെള്ളമുണ്ടോ? കെട്ടിടം സുരക്ഷിതമാണോ? കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളുണ്ടോ? ഇതൊക്കെ ചോദിക്കുന്നത് ഒരു കുറ്റമല്ല. മറിച്ച് ഇത്തരം ചോദ്യങ്ങളാണ് ഒരു ജനാധിപത്യ സമൂഹത്തിൽ പൊതുസ്ഥാപനങ്ങളെ കൂടുതൽ ഉത്തരവാദിത്തമുള്ളതാക്കുന്നത്. അതിനാൽ ഈ സംഭവത്തിൽ അബ്ദുൾ ഹാഫീസിന്റെ വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ദ വയറിന് നൽകിയ അഭിമുഖത്തിൽ ഹാഫീസ് തന്റെ കുടുംബത്തെയും തന്റെ പിതാവിനെയും താൻ നേരിട്ട അനുഭവങ്ങളെയും കുറിച്ച് സംസാരിക്കുന്നു. ഒരു മകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേദനാജനകമായ കാര്യം തന്നെ രക്ഷിക്കാൻ മുന്നോട്ട് വന്ന അച്ഛൻ തന്നെ ഒടുവിൽ മരണപ്പെട്ടതാണ്. ഹാഫിസിന്റെ ജീവിതത്തിൽ കുടുംബത്തിനുള്ള പ്രാധാന്യവും തന്റെ പ്രവർത്തനങ്ങളിലേക്ക് തന്നെ എത്തിച്ച സാഹചര്യങ്ങളും ആ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. പക്ഷേ ഇതിന്റെ രാഷ്ട്രീയ വശം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർ സർക്കാർ സ്ഥാപനത്തെ വിമർശിക്കുന്നു. അതിന്റെ പേരിൽ രാഷ്ട്രീയ സംഘർഷമുണ്ടാകുന്നു. പിന്നീട് ആ പ്രവർത്തകന്റെ കുടുംബത്തിന് നേരെ ആക്രമണമുണ്ടാക്കുന്നു. അതിനിടെ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നു. ഇവിടെ അന്വേഷണം ഒരു കാര്യം മാത്രമല്ല കണ്ടെത്തേണ്ടത്: ആരാണ് ആക്രമണം നടത്തിയത് എന്നത് മാത്രമല്ല, എന്താണ് ആക്രമണത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം എന്നും കണ്ടെത്തണം. ഹാഫിസിന്റെ പിതാവിന്റെ മരണത്തിന് ഉത്തരവാദികളായവർ ആരായാലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഒരു സ്കൂളിന്റെ മോശം അവസ്ഥ ചൂണ്ടിക്കാണിച്ചതിന് ഒരാൾക്ക് ഭയപ്പെടേണ്ട സാഹചര്യം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ആ കുടുംബത്തിന്റെ മാത്രം പ്രശ്നമല്ല, അത് സമൂഹത്തിന്റെ പ്രശ്നമാണ്.